സൂരജ് ലാമയുടെ തിരോധാനത്തിൽ വീണ്ടും ആഞ്ഞടിച്ച് ഹൈക്കോടതി. ഒരാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് കണ്ടാൽ അവരെ സംരക്ഷിത കസ്റ്റഡിയിലെടുക്കണം. മെന്റൽ ഹെൽത്ത് ആക്ട് അതിനുള്ളതാണെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. സൂരജ് ലാമയുടെ തിരോധാനത്തിൽ എയർപോർട്ട് അധികൃതരും പോലീസും മറുപടി പറയണമെന്നും കോടതി പറഞ്ഞു. ബംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ പോലീസിനും എയർപോർട്ട് അധികൃതർക്കും വീഴ്ച പറ്റിയെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ഒരാൾ അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നത് കണ്ടാൽ അവരെ സംരക്ഷിത കസ്റ്റഡിയിലെടുക്കണം. മെന്റൽ ഹെൽത്ത് ആക്ട് അതിനുള്ളതാണെന്നും ഹൈക്കോടതി ഓർമ്മിപ്പിച്ചു. പോലീസിനും മറ്റുള്ളവർക്കും അത് സംബന്ധിച്ച് ഉത്തരവാദിത്തമുണ്ട്. സൂരജ് ലാമ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങിയ ശേഷം പലയിടത്തായി അലഞ്ഞുതിരിഞ്ഞു. മെന്റൽ ഹെൽത്ത് ആക്ട് അനുസരിച്ച് അധികൃതർ പ്രവർത്തിച്ചിരുന്നെങ്കിൽ നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. പോലീസും എയർപോർട്ട് അധികൃതരും മറുപടി പറയണമെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ, MP സ്നേഹലത എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിദേശത്ത് ജയിലിൽ കഴിയുന്ന പൗരന്മാരെ നാട്ടിലെത്തിക്കാൻ പരിശ്രമിക്കും. നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് വിലയില്ലാതാകുമെന്നും കോടതി വിമർശിച്ചു. HMT ഭാഗത്ത് കണ്ടെത്തിയ മൃതശരീരം സൂരജ് ലാമയുടേതാണെന്ന് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. DNA പരിശോധനാ റിപ്പോർട്ട് വരാനുണ്ടെന്ന് സർക്കാർ അറിയിച്ചിരുന്നു. DGPയും മെഡിക്കൽ കോളേജ് അധികൃതരും നൽകിയ റിപ്പോർട്ട് കോടതി പരിശോധിക്കാനായി മാറ്റി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 5 കൊച്ചിയിലെത്തിയ സൂരജ് ലാമ വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയതായി റിപ്പോർട്ടുകളുണ്ട്. തുടർന്ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അവിടെ നിന്നും മിനിറ്റുകൾക്കകം കാണാതായെന്നാണ് വിവരം. കുവൈറ്റ് വിഷമദ്യ ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട സൂരജ് ലാമയെ ബംഗളൂരുവിന് പകരം കൊച്ചിയിലേക്ക് അധികൃതർ വിമാനത്തിൽ കയറ്റി വിടുകയായിരുന്നു. ജനം, കൊച്ചി.